ഹായ് നമസ്കാരം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും PSD സ്റ്റോറിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിജീഷ് ഭാസ്കരൻ. ഫോട്ടോഷോപ്പ് അത്യാവശ്യം കൈകാര്യം ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമായ ഫോട്ടോഷോപ്പിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് PSD സ്റ്റോറിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇന്ന് നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ലെയറുമായി ബന്ധപ്പെട്ട കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, അൺലോക്കിംഗ് എ ലെയർ. ഫോട്ടോഷോപ്പിനകത്തേക്ക് ഒരു ഇമേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് നമ്മുടെ ഫോട്ടോഷോപ്പിനകത്ത് ഓപ്പൺ ആവുക. ആ ഡോക്യുമെൻറ്റിനകത്ത് ഒരു ലെയർ മാത്രം ഉണ്ടായിരിക്കുള്ളൂ, നമ്മുടെ ആ ഇമേജിൻ്റെ ലെയർ മാത്രം ഉണ്ടായിരിക്കുള്ളൂ. ഇവിടെ ഈ ഇമേജിനെ നമുക്ക് മൂവ് ചെയ്യാനോ ഈ ഇമേജിൻ്റെ ഒരു ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയാനോ നമുക്ക് സാധിക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെയർ ലോക്ക്ഡ് ആയിരിക്കും. ഈ ലെയറിനെ അൺലോക്ക് ചെയ്യാൻ വേണ്ടി ഈ ലെയറിൻ്റെ വലതു ഭാഗത്ത് കാണുന്ന ഈ ലോക്ക് സൈനിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺലോക്ക് ആവും. തുടർന്ന് നമുക്ക് ആ ഇമേജിനെ മൂവ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സാധിക്കും. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ ന്യൂ ലെയർ. ഫോട്ടോഷോപ്പിനകത്ത് ലെയർ ക്രിയേറ്റ് ചെയ്യാൻ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ലെയർ മെനുവിലെ ന്യൂ ലെയർ എന്നുള്ള ഓപ്ഷനാണ്. ഫോട്ടോഷോപ്പിനകത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മൗസിനേക്കാൾ കൂടുതൽ കീബോർഡ് ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കിൻ്റെ സ്പീഡ് നമുക്ക് പതുക്കെ കൂട്ടിയെടുക്കാൻ പറ്റും. ഇവിടെ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് Ctrl+Shift+N ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ലെയർ എന്ന് പറഞ്ഞ വിൻഡോ ലഭിക്കും. ഇവിടെ നമ്മുടെ ലെയറിൻ്റെ പേര് നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ ആ ലെയറിന് വേണ്ട കളറുകൾ നമുക്ക് ചൂസ് ചെയ്യാം. ലെയറിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം, മോഡ് അഡ്ജസ്റ്റ് ചെയ്യാം, എല്ലാം നമുക്കിവിടെ മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ലെയർ പാനലിൽ ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ ലെയർ എന്ന് പറഞ്ഞ ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും നമുക്ക് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അവിടെ ആ ലെയറിൻ്റെ പേര് കൊടുക്കാനോ ആ ലെയറിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. ജസ്റ്റ് ഒരു ലെയർ, ബ്ലാങ്ക് ലെയർ മാത്രം നമുക്ക് ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ടിപ്പ് നമുക്ക് നോക്കാം, ഡ്യൂപ്ലിക്കേറ്റിംഗ് എ ലെയർ. നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത ഡോക്യുമെൻറ്റിനകത്ത് ഒരു ലെയർ മാത്രമേ. നമുക്ക് ഈ ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെങ്കിൽ ലെയറിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഈ ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ജസ്റ്റ് കീബോർഡിനകത്ത് Ctrl+J പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് കിട്ടും. ഇതുകൂടാതെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ വേറൊരു മെത്തേഡാണ്. ഏത് ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ വേണ്ടത് ആ ലെയർ സെലക്ട് ചെയ്യുക, നമ്മുടെ ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ ലെയർ എന്ന് പറഞ്ഞ ഐക്കണിൽ ഡ്രാഗ് ചെയ്തിടുക. ഈ രീതിയിൽ നമുക്ക് ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നാലാമത്തെ ടിപ്പ് നോക്കാം, ഓട്ടോ സെലക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഓപ്പൺ ചെയ്ത ഡോക്യുമെൻറ്റിനകത്ത് 4 പിക്ചറുണ്ട്. 4 പിക്ചറും സെപ്പറേറ്റ് ലെയറുകളിലാണ് ഉള്ളത്. ഈ 4 പിക്ചറുകളിൽ നമുക്ക് ഏതെങ്കിലും ഒരു പിക്ചർ സെലക്ട് ചെയ്ത് ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് പിക്ചറാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ പിക്ചറിൽ Ctrl പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പിക്ചറിൻ്റെ ലെയർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ലെയറുകൾ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി കൺട്രോളിനൊപ്പം ഷിഫ്റ്റും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ലെയറുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ 3 ലെയറുകൾ സെലക്ട് ചെയ്യാണ്. Ctrl+Shift പ്രസ് ചെയ്ത് 3 ലെയറുകൾ ഞാനിവിടെ സെലക്ട് ചെയ്തു. എനിക്ക് 3 ലെയർ സെലക്ട് ചെയ്യേണ്ട, 2 ലെയർ മാത്രം, 2 പിക്ചർ മാത്രം എനിക്ക് സെലക്ട് ചെയ്താൽ മതി. മൂന്നാമത്തത് എനിക്ക് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പിക്ചറിൽ വീണ്ടും Ctrl+Shift പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയറിൻ്റെ സെലക്ഷൻ നമുക്ക് കളയാൻ പറ്റുന്നതാണ്. ഇവിടെ കൺട്രോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോ സെലക്ട് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ഓൺ ചെയ്യാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ടിപ്പ് 5, സെലക്ടിങ് മൾട്ടിപ്പിൾ ലെയേഴ്സ്. ഒന്നിൽ കൂടുതൽ ലെയറുകളെ എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ മൾട്ടിപ്പിൾ ലെയേഴ്സ് എന്ന PSD ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ 5 ലെയറുകളുണ്ട്. നമുക്കറിയാം ഒരു ലെയർ സെലക്ട് ചെയ്യാൻ ആ ലെയറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കൺട്രോൾ പ്രസ് ചെയ്തിട്ടാണ് ആ ലെയർ സെലക്ട് ചെയ്യണതെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ലെയറുകളെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ കൺട്രോൾ പ്രസ് ചെയ്ത് 3 ലെയറുകൾ സെലക്ട് ചെയ്തു. ലെയർ 3 എന്ന ലെയർ എനിക്ക് ഡീസെലക്ട് ചെയ്യണം. അതിനുവേണ്ടി കൺട്രോൾ അമർത്തി പിടിച്ച് വീണ്ടും ആ ലെയറിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ ആ ലെയർ ഡീസെലക്ട് ആവും. ഇനി കീബോർഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ലെയറുകളെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. ആൾട്ട് കീ അമർത്തി പിടിച്ച് റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്ത് നോക്കിയാൽ മുകളിലേക്ക് ഓരോ ലെയറും സെലക്ട് ആകുന്നത് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ റിവേഴ്സ് നോക്കാം. ആൾട്ട് കീ അമർത്തി പിടിച്ച് ലെഫ്റ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്താൽ താഴേക്ക് ഓരോ ലെയറും സെലക്ട് ആകും. ഇതുപോലെ കീബോർഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ ലെയറുകളെ സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. ആൾട്ട് കീയോടൊപ്പം ഷിഫ്റ്റ് കീയും അമർത്തി പിടിച്ച് റൈറ്റ് ബ്രാക്കറ്റ് ഓരോ തവണയും പ്രസ് ചെയ്യുമ്പോൾ മുകളിലേക്ക് ഒന്നിൽ കൂടുതൽ ലെയറുകൾ സെലക്ട് ആവുന്നത് കാണാം. ഇതിൻ്റെ റിവേഴ്സ് ചെയ്ത് നോക്കാം. ആൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്ത് ലെഫ്റ്റ് ബ്രാക്കറ്റ് ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ താഴേക്ക് ഒന്നിൽ കൂടുതൽ ലെയറുകൾ സെലക്ട് ആവുന്നത് കാണാം. നമ്മൾ സെലക്ട് ചെയ്ത ഒരു ലെയറിനെ മുകളിലേക്കും അല്ലെങ്കിൽ താഴേക്കും മാറ്റാൻ കീബോർഡ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. കൺട്രോൾ അമർത്തി പിടിച്ച് റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ലെയർ മുകളിലേക്ക് മാറുന്നത് കാണാം. അതുപോലെ തന്നെ കൺട്രോൾ അമർത്തി പിടിച്ച് ലെഫ്റ്റ് ബ്രാക്കറ്റ് ആണ് നമ്മൾ പ്രസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ലെയർ താഴേക്ക് മൂവ് ചെയ്യുന്നത് കാണാം. കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ ലെയറിനെ നാവിഗേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കിന് കുറച്ചും കൂടി സ്പീഡ് കിട്ടും.
ടിപ്പ് 6 ബിഫോർ ആഫ്റ്റർ വ്യൂ. ഈ ഡോക്യുമെൻ്റ് ശ്രദ്ധിക്കാം. ഇവിടെ ഒരു നോർമൽ പിക്ചറിൽ കുറച്ച് എഫക്റ്റുകൾ ചേർത്ത ഫൈനൽ പിക്ചറാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ 6 ലെയറുകളുണ്ട്. 6 ലെയറുകളിലും സെപ്പറേറ്റ് ഓരോ എഫക്റ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതിലെ യഥാർത്ഥ ഫോട്ടോ കാണണമെങ്കിൽ ഓരോ ലെയറിൻ്റെയും വിസിബിലിറ്റി ഓഫ് ചെയ്ത് നോക്കണം. ഇത് ഓരോന്നും ഓഫ് ചെയ്തും പിന്നീട് ഓൺ ചെയ്തും പഴയ പോലെ ആക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. ഇവിടെ ഏത് ലെയറാണോ നമുക്ക് കാണേണ്ടത് ആ ലെയറിൻ്റെ വിസിബിലിറ്റിയിൽ ആൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ ആ ലെയർ മാത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇനി എല്ലാ ലെയറും നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിലാണോ ആൾട്ട് പ്രസ് ചെയ്ത് വിസിബിലിറ്റി ഓൺ ചെയ്തത് ആ ലെയറിൽ തന്നെ വീണ്ടും ആൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പഴയ പോലെ എല്ലാ ലെയറും നമുക്ക് കാണാൻ സാധിക്കും. ടിപ്പ് 7 കൺട്രോളിംഗ് ലെയർ ഒപ്പാസിറ്റി ബൈ നമ്പേഴ്സ്. സാധാരണ ലെയറിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാൻ ലെയർ പാനലിലെ ഒപ്പാസിറ്റി എന്ന ഓപ്ഷനാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇതിന് പകരം നമ്പറുകൾ ഉപയോഗിച്ച് ലെയറിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഏത് ലെയറിൻ്റെ ഒപ്പാസിറ്റി ആണോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ ലെയർ സെലക്ട് ചെയ്ത് കീബോർഡിലെ നമ്പറുകൾ ജസ്റ്റ് പ്രസ് ചെയ്ത് നോക്കൂ. നമുക്കതിൻ്റെ മാറ്റം മനസ്സിലാക്കാൻ പറ്റും. കീബോർഡിനകത്ത് 5 എന്ന നമ്പറാണ് നമ്മൾ പ്രസ് ചെയ്യുന്നതെങ്കിൽ ലെയറിൻ്റെ ഒപ്പാസിറ്റി 50% ആകും. 2 തവണ 5 നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 55% ആകും. ഇനി 0 ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ലെയറിൻ്റെ ഒപ്പാസിറ്റി 100 ആവും. ടിപ്പ് 8 മെർജ് ഓൾ ലെയേഴ്സ് ഇൻ ടു എ സിംഗിൾ ലെയേഴ്സ്. ഈ ഡോക്യുമെൻറ്റിലെ ഈ എഫക്റ്റുകൾ ചേർന്ന ഫൈനൽ പിക്ചറിനെ വേറൊരു ഡോക്യുമെൻറ്റിലേക്ക് ചേർക്കണം. സാധാരണ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഈ ഫയൽ JPG ആയിട്ട് സേവ് ചെയ്യും, പിന്നീട് ആവശ്യമുള്ള ഡോക്യുമെൻറ്റിലേക്ക് പ്ലേസ് ചെയ്യും. ഇതൊക്കെ കുറച്ച് സമയം കളയുന്ന രീതികളാണ്. നമുക്കിവിടെ ഈ എല്ലാ ലെയറുകളും ഒരൊറ്റ ലെയറിലേക്കായി മാറ്റണം. അതിനുവേണ്ടി ആൾട്ട് കൺട്രോൾ ഷിഫ്റ്റ് അമർത്തി പിടിച്ച് ഈ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാ ലെയറും ഒരൊറ്റ പുതിയ ലെയറിലായി കിട്ടും. ഇനി ഇത് വേറൊരു ഡോക്യുമെൻറ്റിലേക്ക് ചേർക്കാൻ എളുപ്പം സാധിക്കും. ഞാനിവിടെ ഈ ലെയർ ഒഴികെ നമുക്ക് ലഭിച്ച പുതിയ ലെയർ ഒഴികെ ബാക്കി എല്ലാ ലെയറും സെലക്ട് ചെയ്യാണ്. എന്നിട്ട് അതിനെ Ctrl+G പ്രസ് ചെയ്ത് അതിനെ ഒരു ഗ്രൂപ്പാക്കി മാറ്റുകയാണ്. എന്നിട്ട് ഞാൻ ആ ഗ്രൂപ്പിൻ്റെ വിസിബിലിറ്റി ഓഫ് ചെയ്തു. ഇപ്പോൾ നമ്മൾ മെർജ് ചെയ്ത ആ ലെയർ മാത്രമാണ് നമുക്ക് കാണുന്നത്. ആ ലെയർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം നമ്മൾ ചെയ്ത എല്ലാ എഫക്റ്റുകളും ഒറ്റ ലെയറിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ലെയറിനെ നമുക്ക് ഏത് ഡോക്യുമെൻറ്റിലേക്ക് വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ടിപ്പ് 9 എക്സ്പോർട്ട് സെലക്റ്റഡ് ലെയേഴ്സ്. ഇവിടെ എക്സ്പോർട്ട് മൾട്ടിപ്പിൾ ലെയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് 5 ലെയറുകളിലായി 5 പിക്ചറുകളുണ്ട്. ഈ 5 പിക്ചറുകളെ 5 സെപ്പറേറ്റ് ഫയലുകളായി സേവ് ചെയ്യണം. നമ്മൾ ചെയ്തു വരുന്ന ഒരു രീതി ആദ്യം ഒരു ഫയൽ സേവ് ചെയ്യും, എന്നിട്ട് ആ ലെയർ ഹൈഡ് ചെയ്ത് അതിന് താഴെയുള്ള പിക്ചർ സേവ് ചെയ്യും. അങ്ങനെയാണ് 5 ഫയലുകൾ നമ്മൾ സേവ് ചെയ്യാം. അങ്ങനെ ഓരോന്നും ചെയ്യാൻ കുറേ ടൈം വേണ്ടി വരും. ഇതിനൊരു എളുപ്പവഴി നോക്കാം. 5 ലെയറുകളും സെലക്ട് ചെയ്ത് മൗസിലെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ലിസ്റ്റ് കിട്ടും. അതിൽ നിന്നും എക്സ്പോർട്ട് ആസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ്പോർട്ട് ആസ് എന്ന വിൻഡോ ലഭിക്കും. ഈ വിൻഡോയുടെ ലെഫ്റ്റ് സൈഡിലായി നമ്മൾ സെലക്ട് ചെയ്ത ലെയറുകളെ നമുക്ക് കാണാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഫയൽ സെറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഫയലിൻ്റെ ഫോർമാറ്റുകൾ സെലക്ട് ചെയ്യാം. PNG, JPG, GIF, SVG തുടങ്ങിയ ഫയൽ ഫോർമാറ്റുകളിലേക്ക് നമുക്ക് ഈ ലെയറുകളെ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതിനു താഴെ ഇമേജ് സൈസ് എന്ന ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് ആവശ്യമായ സൈസ് കൊടുക്കാൻ സാധിക്കും. അതിന് തൊട്ട് താഴെ ക്യാൻവാസ് സൈസ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. പിക്ചറിൻ്റെ സൈസ് അല്ല ഇവിടെ മാറ്റാൻ സാധിക്കുക, ക്യാൻവാസിൻ്റെ സൈസാണ് നമുക്കിവിടെ മാറ്റാൻ സാധിക്കുക. ഇവിടെ വിഡ്ത്തും ഹൈറ്റും ഒന്ന് മാറ്റി നോക്കാം. കണ്ടില്ലേ പിക്ചറിന് ചുറ്റും എക്സ്ട്രാ സ്പേസ് വന്നത്. അതിന് താഴെ ഒരു റീസെറ്റ് ബട്ടൺ കാണാം. ഈ റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ ആ പിക്ചറിൻ്റെ യഥാർത്ഥ ക്യാൻവാസ് സൈസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഏത് ലെയറാണോ സെലക്ട് ചെയ്തത് ആ ലെയറിന് മാത്രമേ ഈ സെറ്റിങ്സുകൾ മാറുകയുള്ളൂ. അതായത് എല്ലാ ലെയറും സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വരുത്തുന്ന മാറ്റങ്ങൾ എല്ലാ ലെയറിനും ഒരുപോലെ മാറും. അല്ലെങ്കിൽ നമ്മൾ ഏത് ലെയറാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ലെയറിലായിരിക്കും ഈ സെറ്റിങ്സുകൾ മാറുക. അതായത് നമുക്ക് ഒരു ലെയർ PNG ആയിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. വേറൊരു ലെയർ JPG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഓരോ ലെയറിന് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് സൈസും അതിൻ്റെ ഫോർമാറ്റും ക്യാൻവാസ് സൈസും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഡോക്യുമെൻറ്റിനകത്ത് എന്ത് പേരാണോ ആ ലെയറിന് കൊടുത്തിരിക്കുന്നത് ആ പേരിലായിരിക്കും പുതിയ ഫയൽ നമുക്ക് ലഭിക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള സെറ്റിങ്സുകളെല്ലാം ചെയ്തതിന് ശേഷം താഴെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ ലഭിക്കും. അതിൽ ഈ ഫയൽ നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് ആ ഡെസ്റ്റിനേഷൻ കാണിച്ചു കൊടുക്കുക. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് 5 ഫയലുകൾ സെപ്പറേറ്റ് ലഭിച്ചിട്ടുണ്ടാവും. ഇതാ നോക്കൂ, ഇതാണ് നമ്മൾ സേവ് ചെയ്ത 5 ഫയലുകൾ. ടിപ്പ് 10 ക്വിക്ക് സെലക്ഷൻ ഓഫ് ടെക്സ്റ്റ്. ഞാനിവിടെ ടൈപ്പ് ടൂൾ എടുത്ത് PSD സ്റ്റോറിൽ നിന്ന് ടൈപ്പ് ചെയ്യാണ്.
അതിനുശേഷം അതിന് ഒരു ഓറഞ്ച് കളർ സെലക്ട് ചെയ്തു. ഞാനിവിടെ ടൈപ്പ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് ഈ ടെസ്റ്റിനൊന്ന് എഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ടൈപ്പ് ടൂൾ എടുത്ത് ടെസ്റ്റ് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തും. ഒരു ടെസ്റ്റിനെ സെലക്ട് ചെയ്യാൻ എപ്പോഴും ഈ രീതി ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ടൈം കളയുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി ലെയർ പാനലിലെ ടൈപ്പ് ലെയറിൻ്റെ തമ്പനയിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതായത് ഏത് ലെയറിലാണോ ആ ടെസ്റ്റ് കിടക്കുന്നത് ആ ലെയറിൻ്റെ തമ്പനയിൽ പോയിട്ടൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയറിലുള്ള ടെസ്റ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ 10 ടിപ്പുകൾ നമ്മളിവിടെ പരിചയപ്പെട്ടു. ലെയറുമായി ബന്ധപ്പെട്ട കൂടുതൽ ടിപ്പുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.